കാപ്പാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 3 ഫാമിലി ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു കാറും ഒരു ബൈക്കും എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പാട് എത്തിയിട്ട് പോകുന്ന വഴി കാണാം. പോയോ ശക്തിയില്ല വരുന്നത്. നല്ല തിരക്കാണ്, ഒരുപാട് വണ്ടിയൊക്കെ കാണുന്നുണ്ട്. കളിക്കാര് നമ്മൾ ഇവിടെയല്ലേ ആണ്, നമുക്ക് പാർക്കുള്ള സ്ഥലം. നമ്മളിതാ കാപ്പാട് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. റോഡിമേൽ നിൽക്കല്ലേ മുടി ഇടി വായിക്കലുണ്ടോ? ഹായ് പറ. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഇറങ്ങുന്നപിടി. മതി കളിക്കാവുന്നു. നോക്കൂ ഗൈസ്, ഇപ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് തിര കണ്ടിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടി തോന്നി. കാരണം കടൽ നല്ല ക്ഷോഭത്തിലിരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ കടൽ നല്ല ശാന്തമായിട്ടിരിക്കുമായിരുന്നു. ഇപ്പം ശക്തമായ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പേടി ഇവിടെ വന്നിരിക്കുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അധികം ഈ കടപ്പുറത്തേക്ക് ഇറങ്ങി കളിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ കാപ്പാട് പാർക്കിലാണ് കേട്ടോ, ബീച്ചിലുള്ള പാർക്കിലാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്, നിങ്ങൾക്ക് കാണാം. അച്ചുവൊക്കെ ഇതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുക. കേസ് നമ്മുടെ ശിവാനി നേവി ഏതാ ഊഞ്ഞാലാടി തകർക്കുകയാണ് കേട്ടോ. ഊഞ്ഞാൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മക്കൾ ഊഞ്ഞാൽ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അടുത്ത ആൾക്കാർ അതിൽ ക്യൂ നിന്നിട്ടൊക്കെയാണ് ഊഞ്ഞാലാടുന്നത്. ഹായ് വാവാച്ചി. ദേവു ഹായ്. ഗേസ് അപ്പോൾ നമ്മളിതാ ഇവിടെ കുറേയൊക്കെ അല്ലേ ആഘോഷിച്ച് മക്കളൊക്കെ കുറേയൊക്കെ പാർക്കിൽ നിന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമ്മളിതാ തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ, വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ്. റോഡ് മുഴുവൻ നമ്മൾ വിചാരിക്കും കാപ്പാട് കടലുള്ള വെള്ളം മുഴുവൻ റോഡിലോട്ട് ഇറങ്ങിയതാണോ എന്ന്. അത്രയ്ക്കും വെള്ളപ്പൊക്കം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് തികച്ചും ആകസ്മികമായിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പ്രകാരം നമ്മൾ പോയി വന്നതാണ്. മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നുമല്ല. ജസ്റ്റ് ഒരു 6-6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വരുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ സമയമാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു.